മനസ്സിലാക്കേണ്ട കാര്യം കേവലം പുരോഹിതന്മാരായിട്ടുള്ള ആളുകൾ മാത്രമല്ല. എന്നെ വളരെ ഒരു അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതി, ഈ വകുപ്പിൽ തന്നെ വർക്ക് ചെയ്യുന്ന മോനമ്മ കോക്കാട് എന്ന് പറയുന്ന ഡോക്ടർ മോനമ്മ കോക്കാട് എന്ന് പറയുന്ന ഒരു ലേഡിയുണ്ട്. അവരുടെ പ്രചരണങ്ങൾ, അവരൊരു യൂട്യൂബിൽ കൊടുത്തൊരു ഇന്റർവ്യൂ കഴിഞ്ഞ 10 മാസമായി ക്രിസ്ത്യൻ വാട്സാപ്പ് ഗ്രൂപ്പുകൾ കറങ്ങി നടക്കുന്നത് ഒരാളെനിക്ക് അയച്ചു തന്നിരുന്നു. അതില് ആ ഡയറക്ടർ, ഉത്തരവാദ കേരള മൈനോറിറ്റി ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഡയറക്ടറായ അവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന ലോണുകളിൽ ഒക്കെ 80-20 ഈ 80% മുസ്ലിങ്ങൾക്കാണ് എന്നുള്ളത് ശുദ്ധമായ കളവാണത്, നുണയാണത്. വകുപ്പിലെ ഡയറക്ടർ തന്നെ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫീഡ് ചെയ്യുമ്പോൾ പിന്നെ മതനേതൃത്വം യഥാർത്ഥത്തിൽ ഇത്തരം ആരോപണങ്ങളുമായി വരുന്നു എന്നുള്ളതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നില്ല. അങ്ങനെ അത് ചിലരൊക്കെ പ്രശ്നമാക്കി മീഡിയ ഇടപെട്ടു, അവരോട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്തൊരു തെറ്റ് പറ്റിയതാണ്. അങ്ങനെയുള്ള വളരെ വർഗീയ വൈരം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള തെറ്റുകൾ വളരെ പെട്ടെന്ന് എന്താ പറയുക, വളരെ ലാഘവത്തോടു കൂടി പറയാവുന്ന ഒരു സാമൂഹ്യ സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് പ്രശ്നമാണ്. അതുകൊണ്ട് നുണയ നുണ എന്ന് തന്നെ പറയണം. ഈ കോൾ എ സ്പേഡ് എ സ്പേഡ്. അത് നമ്മൾ പറയാതെ നമ്മൾ അത് വളച്ചു കെട്ടി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഒരു സമൂഹം എന്നുള്ള രീതിയിൽ, അല്ല ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ മൂല്യമായിട്ടുണ്ടായിരിക്കേണ്ടതാണ് അതിലെ സത്യസന്ധത എന്ന് പറയുന്നത്. അതും ഒരു ദുരാരോപണം ഒരു വ്യക്തിക്കെതിരിൽ ഉന്നയിക്കുമ്പോൾ സാധാരണ നമ്മൾ വ്യക്തി വലിയ പ്രശ്നമായി കാണും. ഇവിടെ സമൂഹത്തിനെതിരിൽ, ആ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തിൽ അങ്ങനെ ഒരു നരേറ്റീവ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു. ആ സൃഷ്ടിക്കപ്പെട്ടിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി കുറച്ചൊക്കെ പറഞ്ഞു. പക്ഷേ അത് വേണ്ട അളവിൽ സമർപ്പിക്കുന്നതിൽ മുസ്ലിം കമ്മ്യൂണിറ്റി രാഷ്ട്രീയമായി, ഞാനത് പാർട്ടി രാഷ്ട്രീയത്തെ കുറിച്ചല്ല പറയുന്നത്, സാമൂഹികമായി പരാജയപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു യഥാർത്ഥത്തിൽ ഒരു പിന്നാക്ക സമുദായം തന്നെയാണ് എന്നത്. പിന്നാക്ക സമുദായം സോഷ്യൽ ക്യാപിറ്റൽ കുറഞ്ഞ ഒരു സമുദായമാണ് മുസ്ലിം സമുദായം എന്നുള്ളത് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണോ എന്ന് നമ്മൾക്ക് സംശയം തോന്നുകയാണ്. ഇങ്ങനെയുള്ള ഇപ്പൊ മുഖ്യമന്ത്രി വന്നിട്ട് എത്ര ദിവസം എല്ലാ മുസ്ലിം സംഘടനകളും മുഖ്യമന്ത്രി വകുപ്പ് ഏറ്റെടുത്തതിനെ സ്വാഗതം ചെയ്തു. കാരണം അതൊരു പ്രശ്നത്തിന്റെ പരിഹാരം എന്നുള്ള രീതിയിലാണ്. യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ അന്തസ്സിന് അതിലൊരു ഇടിവ് തട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഒരു കൂട്ടരെ നിരന്തരമായി ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൽക്കാലം അത് മുഖ്യമന്ത്രിയെ പോലുള്ള ഈ 2 സമുദായത്തിലും പെടാത്തവർ കൈകാര്യം ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ എത്ര ദിവസമായി, കഴിഞ്ഞൊരു 1.5 വർഷമായാലും മുഖ്യമന്ത്രി കേട്ടുകൊണ്ടിരിക്കുന്നു ഈ ആരോപണത്തെ കുറിച്ച്. ജലീലിന്റെ മിനിസ്ട്രിയെ കുറിച്ച് മുസ്ലിം ക്ഷേമ വകുപ്പ് എന്ന് പറഞ്ഞു ഉത്തരവാദപ്പെട്ട ആളുകൾ പത്രത്തിൽ അടിച്ചു വന്നു. എപ്പോഴെങ്കിലും ഒരു സ്ലിപ്പ് ഓഫ് ടങ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. എന്നിട്ട് അതിലെന്താണ് സംഭവിച്ചത്? കോടതി വിധിയെക്കുറിച്ച് ആണ് ഇനി എനിക്ക് അടുത്ത് പറയാനുള്ളൊരു കാര്യം. അപ്പൊ അതുകൊണ്ട് ഇതിന് സാമൂഹ്യമായി നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും അവരവരുടെ സോഷ്യൽ പ്രിവിലേജിനകത്ത് നിന്നുകൊണ്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും എന്താണ് കിട്ടുന്നത് എന്ന സംഗതിയിൽ മാത്രം ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വരും തലമുറക്ക് ഓരോ അവകാശങ്ങൾ, നമ്മുടെ പൗരത്വത്തിലും ജനാധിപത്യ അവകാശങ്ങളിലും പൗരാവകാശങ്ങളിലും തുല്യാവകാശമുള്ളവരാണ് എന്ന ബോധം കമ്മ്യൂണിറ്റിയിൽ നഷ്ടപ്പെടും എന്നുള്ളതാണ് നമ്മൾ ഭയപ്പെടേണ്ടുന്ന ഒരു കാര്യം. ഇപ്പോ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോടതി വിധി വഴി, അതെനിക്കൊന്ന് വക്കീലത് പറയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കോടതി വിധി വഴി സ്കോളർഷിപ്പുകൾ തടഞ്ഞ കോടതി വിധിയിരുന്നു. അങ്ങനെ മാത്രമാണോ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഞാൻ കോടതി വിധി വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവാൻ കഴിയുന്ന കാര്യം 3 ഓർഡറുകളാണ് ക്വാഷ് ചെയ്യുന്നത്. 2008, 2011, 2015. 2008 വിധി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പിന്നീട് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ എല്ലാ നടപടികളുടെയും അടിയാധാരമാണ് 2008 വിധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലാണ് യഥാർത്ഥത്തിൽ മുസ്ലിം പെൺകുട്ടികളുടെ സ്കോളർഷിപ്പ്, സ്റ്റൈപ്പൻഡ്, ഇതുപോലെ തന്നെ മദ്രസ അധ്യാപകരുടെയും മദ്രസകളുടെയും വിഹിതത്തോട് വഖഫ് ബോർഡിന്റെ വിഹിതവും ചേർത്ത ക്ഷേമനിധി തുടങ്ങിയ അടിസ്ഥാനപരമായ സംഗതികൾ തന്നെ വരുന്നത് 2008 വിധിയാണ്. അത് ക്വാഷ് ചെയ്ത് കഴിഞ്ഞാൽ, അത് നിയമപണ്ഡിതരാണത് വിശദീകരിക്കേണ്ടത്, പിന്നീട് എങ്ങനെയാണ് ഈ പദ്ധതി അടക്കം നമ്മൾ സ്കോളർഷിപ്പ് മാറ്റി എന്നുള്ളത് മാത്രമല്ല, ഈ മദ്രസ അധ്യാപകരുടെ ഈ സ്കോളർഷിപ്പ്, അവരുടെ ക്ഷേമനിധിയുടെയും പെൻഷന്റെയും കാര്യം എന്താവും എന്നുള്ളത് കൂടി യഥാർത്ഥത്തിൽ നമ്മൾക്ക് ചർച്ചയ്ക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇതിന് ഈ ഒരു ഗുരുതരമായ പ്രശ്നം ഇതാണ് മുഖ്യമന്ത്രി ഇടപെട്ട് എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടത്. കാരണം മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്, പിന്നെ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലും സർക്കാരിന് മുന്നിലുള്ള ഉത്തരവാദിത്വം ആ രീതിയിലാണ്. കാരണം നമ്മൾക്ക് ഇനി മദ്രസ അധ്യാപകരുടെ ക്ഷേമനിധിയുടെ കാര്യം എന്താവും, അവർ അതിലടക്കാൻ പറ്റുമോ, അതിന്റെ ഭാഗമാവാൻ പറ്റുമോ? കാരണം ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് കോടതി 2008 ഓർഡറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിലെ സ്കോളർഷിപ്പുകൾ ജനസംഖ്യാനുപാതികമായി വിതരണം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കും. അതിനാൽ കമ്മ്യൂണിറ്റിയിൽ ഈ പരിപാടിയുടെ ഒരു സന്തോഷം മനസ്സിലാക്കും. നമ്മൾ കമ്മ്യൂണിറ്റിക്ക് കൃത്യമായ വിദ്യാഭ്യാസം ഓരോ സെഗ്മെന്റിലും ഇതേ സംബന്ധിച്ച് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്.
അല്ലാതെ ഇതെന്തോ 80-20 എന്തോ ഒരു കണക്ക് എന്ന് പറയുന്നത് ഇത് ഒരു 80-20 പ്രശ്നമല്ല. ഇതൊരു ജനാധിപത്യ സമൂഹത്തിൽ തുല്യമായ പൗരാവകാശങ്ങളോട് കൂടി നമ്മൾ മൈനോറിറ്റി എന്ന് പറയുമ്പോഴും ജനാധിപത്യാവകാശങ്ങളിൽ നമ്മൾ ആരുടെയും പിറകിലാവാൻ പാടില്ലല്ലോ. അതാണല്ലോ ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നത്. ഇതിൽ കൃത്യമായിട്ട് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ആദ്യം വരുന്നു. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ന്യൂനപക്ഷങ്ങൾക്കുള്ളതായിരുന്നില്ല. അതിന്റെ മാൻഡേറ്റിൽ വളരെ കൃത്യമായി പറയുന്ന കാര്യമാണ് സോഷ്യോ എക്കണോമിക് ബാക്ക്വേർഡ്നെസ് ഓഫ് ദിസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും അവരുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനായി ഒരു നടപടികൾക്ക് വേണ്ട ഇൻഡിക്കേറ്റേഴ്സ് കൃത്യമായ കണക്കുകളില്ലാത്തതിനാൽ അവരുടെ സാമൂഹ്യവും സാമ്പത്തികവുമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾക്ക് വേണ്ട വിവരങ്ങൾ കിട്ടുന്നതിനായി കമ്മിറ്റി വെക്കുന്നു. അപ്പോൾ സച്ചാർ കമ്മിറ്റി വളരെ കൃത്യമായിട്ട് തന്നെ എന്താണ് ഈ ഒരു നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ട ഒരു കാര്യമാണ്. അതിവിടെ നിന്ന് പാലോളി കമ്മിറ്റി അതിന്റെ കേരളത്തിലെ നടപടികളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് പാലോളി കമ്മിറ്റി വരുന്നത്. പാലോളി കമ്മിറ്റിയിലും ഇതേ സംഗതി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല മുസ്ലിം പ്രീണനം ഒരു നിറം പിടിപ്പിച്ച കെട്ടുകഥയാണെന്ന് മാത്രമല്ല എന്നൊക്കെ തുടങ്ങി സച്ചാർ കമ്മിറ്റി പറയുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു അടിയന്തരമായി സ്വീകരിക്കേണ്ട 10 നടപടികളെ കുറിച്ച് പാലോളി കമ്മിറ്റി സൂചിപ്പിച്ചിരുന്നു. അതിൽ ഒന്ന് ന്യൂനപക്ഷ വകുപ്പിന് രൂപം കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോ കോടതി വിധിയുടെ ഇപ്പോഴത്തെ ഒരു പ്രിമൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശമാണ്, ന്യൂനപക്ഷങ്ങളുടേതാണ്. അപ്പൊ ന്യൂനപക്ഷങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ ഒരു വേർതിരിവിന് യാതൊരു പഴുതും നൽകാൻ പറ്റില്ല. അതിന് ചില കോടതി വിധികളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് വെറും ഒരു ന്യൂനപക്ഷ ക്ഷേമത്തിന്റെ വകുപ്പാണോ? പാലോളി കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടല്ല, അത് ഗവൺമെന്റ് അംഗീകരിച്ച ഓർഡറാണ്. ആ ഓർഡറിൽ ഈ ഭരണ നടപടികൾ എന്ന് പറയുന്ന 2ാമത്തെ വകുപ്പിൽ പറയുന്നുണ്ട്. 1ാമത്തെ വകുപ്പിൽ പറയുന്നത് സംസ്ഥാനത്ത് ന്യൂനപക്ഷ വകുപ്പ് രൂപീകരിക്കുക എന്നുള്ളതാണ്. 2ാമത്തെ വകുപ്പ് പറയുന്നത് മുസ്ലിം പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിന് സ്വീകരിക്കേണ്ട അടിയന്തര നടപടികളുടെ ഭാഗമായി വകുപ്പ് രൂപീകരണത്തിന് മുന്നോടിയായി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ന്യൂനപക്ഷ സെല്ല് രൂപീകരിക്കുക എന്നാണ്. ഒന്നുകൂടി കൃത്യമായി കേൾക്കണം. മുസ്ലിം പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിന് സ്വീകരിക്കേണ്ട അടിയന്തര നടപടികളുടെ ഭാഗമായി എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വകുപ്പ് വേണമെന്ന് പറഞ്ഞു. അവിടെ പ്രത്യേകമായി മുസ്ലിം എന്ന് പറഞ്ഞില്ല എന്നാണ് വാദമെങ്കിലും മുസ്ലിം പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി സ്വീകരിക്കേണ്ട അടിയന്തര നടപടികളുടെ ഭാഗമായി വകുപ്പ് രൂപീകരണത്തിന് മുന്നോടിയായി ഒരു ന്യൂനപക്ഷ സെൽ രൂപീകരിക്കണം. അപ്പൊ മുസ്ലിങ്ങളുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനാണ് ന്യൂനപക്ഷ സെല്ല്. ആ ന്യൂനപക്ഷ സെല്ലാണ് 2008 ഈ ഓർഡർ ഇറക്കിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ നമ്മൾക്ക് വേണമെങ്കിൽ പിന്നീട് നടന്ന പ്രവർത്തനങ്ങളുടെ അടിയാധാരം എന്നൊക്കെ പറയുന്ന ഒരു ഇത് ഇറക്കിയിരിക്കുന്നത്. അപ്പൊ അതാണ് ഇപ്പൊ കോടതി ക്വാഷ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി ഇറക്കിയ ഒരു ഓർഡർ തന്നെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, ഇവിടെ ക്വാഷ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു സംഗതി, അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ 2008 ഇപ്പൊ ഞാൻ അതിന്റെ 2 സംഗതികൾ പറഞ്ഞു. ക്രോണോളജി വരുമ്പോൾ 3ാമത്തെ ഒരു കാര്യം, അങ്ങനെ 2008 ഈ ഉത്തരവിറങ്ങി 2011 വരെ അത് അങ്ങനെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമുള്ള ഒരു രീതിയായിട്ട് മുന്നോട്ട് പോയി. അന്ന് എൻ്റെ നാട്ടിലടക്കമുള്ള വേങ്ങരയിൽ അടക്കമുള്ള കോച്ചിങ് സെന്ററുകളുടെ മുന്നിലൊക്കെ മൈനോറിറ്റി കോച്ചിങ് സെന്റർ ഫോർ മുസ്ലിം യൂത്ത് എന്നുള്ള മഞ്ഞമോട് തന്നെ അന്നൊക്കെ തൂങ്ങി പോയതിനു ശേഷം 2011 ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട MLA-മാരുടെ സമ്മർദ്ദത്തെ തുടർന്ന്, രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാവും, ഓക്കെ, അത് കുഴപ്പമില്ല, തുടർന്ന് എന്ത് ചെയ്തു, ഈ 2011 ലാറ്റിൻ കാത്തലിക്കിനെയും പരിവർത്തിത ക്രിസ്ത്യാനികളെ കൂടി ഇതിന്റെ ആനുകൂല്യത്തിൽ ഉൾപ്പെടുത്തി വനിതാ സ്കോളർഷിപ്പിന്റെ. പക്ഷെ ഉൾപ്പെടുത്തിയപ്പോൾ ആ ഓർഡറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണും ഏറ്റവും അവസാനത്തെ വരിയായി പറഞ്ഞിരിക്കുന്നത് ഇത് നടപ്പിലാക്കുമ്പോഴും മുസ്ലിം വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകളുടെ എണ്ണം 5000, 2000 എന്ന് തുടരുന്നത് ആ രീതിയിൽ തന്നെ തുടരും. എന്നാൽ മുസ്ലിങ്ങളുടെ കുഴപ്പമില്ലാതെ അതിന്റെ 20% കണക്കാക്കിയിട്ടുള്ള ഒരു എണ്ണം എടുത്തിട്ട് ലാറ്റിൻ കാത്തലിക്കിനും നമ്മുടെ ഈ പരിവർത്തന ക്രിസ്ത്യാനികൾക്കും കൂടെ കൊടുത്തു. പക്ഷെ 2015 ഓർഡറിൽ എത്തുമ്പോൾ അത് ക്രിസ്ത്യാനികൾ എന്ന് മൊത്തത്തിലായിട്ട് മാറുകയാണ്. ഇതെവിടെയാണ്, ഇതിനിടയിൽ എവിടെ വെച്ചിട്ടാണ് ഈ ലാറ്റിൻ കാത്തലിക് പിന്നാക്ക ക്രിസ്ത്യാനികൾക്കായിരുന്നത് പൊതു ക്രിസ്ത്യാനികൾക്കായി മാറിയത്? ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു വിലയിരുത്തൽ 80-20 ഒരു പ്രശ്നമായി ഉന്നയിക്കപ്പെടുന്ന ഒരു മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നമല്ല, മുസ്ലിം സവർണ ക്രിസ്ത്യൻ പ്രശ്നം, അല്ലെങ്കിൽ പിന്നാക്ക ക്രിസ്ത്യൻ മുന്നാക്ക ക്രിസ്ത്യൻ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഇതിലുള്ളത് എന്നുള്ളതാണ്. കാരണം 80-20 എന്ന് പറയുമ്പോൾ കേരളത്തിലെ മുസ്ലിം ജനവിഭാഗം മുഴുവൻ പിന്നാക്കം, ക്രിസ്ത്യാനികളിലെ പിന്നാക്കം എന്ന് പറയുന്നത് ലാറ്റിൻ കാത്തലിക്കും പരിവർത്തിത ക്രിസ്ത്യാനികളും. അവർ യഥാർത്ഥത്തിൽ പോപ്പുലേഷനിൽ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ഒരു 20% ഒക്കെ തന്നെ വരികയുള്ളൂ. അതുകൊണ്ടാണ് ഈ 80% ഇവിടെ കൊടുക്കുമ്പോൾ 20%. ഒരു പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റി അതിൽ
പ്രതിഷേധം നീരസവും പ്രകടിപ്പിച്ചില്ല എന്ന് പറഞ്ഞല്ലോ. ആ പ്രകടിപ്പിക്കാതിരിക്കുന്നതിന്റെ ഒരു കാരണവും യഥാർത്ഥത്തിൽ ഇതാണ്. കാരണം ലത്തീൻ കത്തോലിക്കരും പരിവർത്തി ക്രിസ്ത്യാനികളുടെയും സാമൂഹ്യ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ളത് കൊണ്ട് അവർക്ക് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നതിന് ഇപ്പൊ നമ്മൾ എന്തിനാ ഇതാക്കുന്നത് വിചാരിച്ചു. അതേസമയം 2015 ഓർഡർ മുതൽ ഈ 20% ലത്തീൻ കത്തോലിക്കർക്ക് പുറമെ സവർണ ക്രിസ്ത്യാനികളും കൂടി വന്ന് തിരക്കാൻ തുടങ്ങിയപ്പോൾ യഥാർത്ഥത്തിൽ ആരുടെ അവകാശമാണ് യഥാർത്ഥത്തിൽ ഹനിക്കപ്പെട്ടത്? അവിടെ ആൾക്ക് നിൽക്കാനുള്ള ഒരു സ്പേസ് ഇല്ലാതായി. അങ്ങനെ ഒരു ബോധം സൃഷ്ടിച്ചു. 20% നമ്മൾക്ക് പോരാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത അറബിയെ പോലെ എന്ത് ചെയ്തു, അവിടുന്ന് ഇതാവേണ്ടി വന്നു. അപ്പൊ ഉന്നയിക്കേണ്ട പ്രശ്നം എങ്ങനെയാണ്, ഏത് ഗവൺമെന്റ് ഉത്തരവ് വഴിയാണ് ഈ പിന്നാക്ക ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വന്നിരുന്ന കൊടുത്തു വന്നിരുന്ന ഒരു കാര്യത്തിൽ സവർണ ക്രിസ്ത്യാനികൾക്ക് യഥാർത്ഥത്തിൽ അവകാശം സ്ഥാപിച്ചത്? അതേസമയം സവർണ ക്രിസ്ത്യാനികളായ ആളുകൾക്ക് സമുന്നതി എന്ന് പറയുന്ന മുന്നാക്ക വികസന കോർപ്പറേഷന്റെ ഇതുവഴി കോടിക്കണക്കിന് രൂപയുടെ സ്കോളർഷിപ്പുകളുടെ തുക തമ്മിൽ തന്നെ വലിയ വ്യത്യാസമുണ്ട്. വ്യത്യാസത്തിന്റെ ഒരു ഫണ്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ മുന്നാക്ക ക്രിസ്ത്യാനികൾക്ക് എന്ത് സംഭവിച്ചു? അവർക്ക് സമുന്നതി അനുസരിച്ചുള്ള സ്കോളർഷിപ്പ് സ്കീമും അവർ എലിജിബിളായി. ഇവിടെ വന്ന് പാവപ്പെട്ട മുസ്ലിങ്ങളെന്നല്ല, പാവപ്പെട്ട ലത്തീൻ കത്തോലിക്കരും സാമൂഹ്യമായി ഏറെ പിന്നാക്കം നിൽക്കുന്ന പുലേപ്പള്ളി എന്നൊക്കെ പറയുന്ന രീതിയിൽ സോഷ്യലി വളരെ ഡിപ്രൈവ്ഡ് ആയിരുന്ന ദലിത് ക്രിസ്ത്യാനികളുടെയും ഓഹരിയിൽ ആണ് യഥാർത്ഥത്തിൽ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളിതിനെ കേവലം ഒരു മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നം എന്നുള്ളതിനപ്പുറത്ത് പിന്നാക്ക മുന്നാക്ക പ്രശ്നം, അവർണ സവർണ പ്രശ്നം ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം. മറ്റത് കഴിഞ്ഞ ഡിസംബറിൽ കോഴിക്കോട് നടന്ന പരിപാടിയിൽ നമ്മൾ ഉന്നയിക്കപ്പെട്ട ഒരു പ്രശ്നമാണ്. നമ്മൾ ഇതിൽ ആവശ്യപ്പെടേണ്ടത് കൃത്യമായിട്ട് നമ്മൾക്ക് എല്ലാത്തിനെ കുറിച്ചുള്ള കണക്കുകൾ പുറത്തു വരട്ടെ. ഇത് പോസ്റ്റ് ട്രൂത്ത് പീരീഡ് എന്നാ പറയുന്നത്. അതുകൊണ്ട് നുണ ആവർത്തിച്ച് സത്യമാക്കി മാറ്റാൻ പറ്റുന്നു. സത്യമെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ഡിസംബറിൽ ഒരു TV ചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് അഡ്വക്കേറ്റ് ജയശങ്കർ, ഞാൻ ഈ വിഷയം ഒന്ന് ഉന്നയിച്ചു, മദ്രസ അധ്യാപകരുടെ പ്രശ്നം എന്ന് പറയുന്ന വിഷയത്തിൽ 80-20 പറയുന്നതിനുള്ള അവാസ്തവങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അന്ന് ജയശങ്കർ ഒരു കമന്റ് നടത്തി. കാര്യങ്ങളൊക്കെ സമാൻ പറയുന്നത് ശരിയാണ്, അതാണ് സത്യവും, പക്ഷേ അങ്ങനെയല്ല എന്നൊരു ധാരണ സമൂഹത്തിൽ നിലനിൽക്കുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച്, സത്യം ആവർത്തിച്ച് പറഞ്ഞിട്ടും അങ്ങനെ അല്ലാത്തൊരു ധാരണ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അപ്പൊ അത് ഒരു വലിയൊരു പ്രശ്നമാണല്ലോ. സത്യം ഒന്ന് മറിച്ചു നോക്കണം. വേറെ സമൂഹത്തെ കുറിച്ച് പറയുന്നതിൽ തെറ്റ് തോന്നുന്നില്ല എന്നുള്ള ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ വരണം. അതൊരു സ്ഥിതി വിവരണ കണക്ക് കൃത്യമായി പുറത്തുവിടട്ടെ. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നൽകപ്പെട്ട ഏത് അവകാശവും നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായ ഗവൺമെന്റിന്റെ രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. കമ്മീഷൻ റിപ്പോർട്ടുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. 15 പരിപാടിയെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. കുണ്ടു കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മനുഷ്യാവകാശ കമ്മീഷൻ പെട്ടെന്ന് പേര് വരുന്നില്ല. എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് കമ്മീഷൻ റിപ്പോർട്ടുകൾ നേരത്തെ വന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകളൊക്കെ ആധാരമാക്കിയാണ് നമ്മൾ പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പിന്നാക്കാവസ്ഥ. മറ്റത് ഒരു കൊട്ടക്കണക്കാണ്. എന്നാൽ സവർണ സംവരണത്തിന്റെ കാര്യത്തിലും ഈ വിഷയത്തിലും സംഭവിച്ചത് ഇതേ കാര്യമാണ്. എന്നാൽ ഒരു ബോധം സൃഷ്ടിക്കുക, ഒരു പൊതുബോധം സൃഷ്ടിക്കുക നുണയുടെ അടിസ്ഥാനത്തിൽ. അതിനെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുക? ആക്സെപ്റ്റ് ചെയ്യുക. മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെ വിചാരിക്കുക ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ നമ്മൾ പറയുന്നില്ലെങ്കിൽ ബാക്കിയുള്ളവർ പറയണം. കോൺഗ്രസിനെ കൊണ്ടും CPM കൊണ്ടും ഇതുവരെ ഈ വിഷയം പറയിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക? മിണ്ടാതിരിക്കുക. അങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രം അവരുടെ ജനാധിപത്യാവകാശങ്ങളെയും പൗരാവകാശങ്ങളെയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു ജനാധിപത്യ സമൂഹം സ്ഥാപിക്കപ്പെടുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരു ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ വരില്ലേ? നമ്മൾ ഈക്വൽ സിറ്റിസൺസ് അല്ല എന്നൊരു തോന്നല് പ്രത്യേകിച്ച് മോഡിയുടെ 2ാം വരവിന് ശേഷം നിരന്തരമായി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനും വഴങ്ങിക്കൊടുക്കേണ്ടതുണ്ടോ നമ്മൾ കേരളം പോലൊരു സമൂഹത്തിൽ? അതിനാൽ ഇത് നമ്മൾ ചെയ്യാനുള്ളത്, ഒന്ന്, കൃത്യമായ കണക്കുകൾ പുറത്ത് നമ്മൾ കൊണ്ടുവരണം. മുസ്ലിം സമൂഹത്തിലെ ഓരോ എൻറ്റിറ്റികൾ, ഓരോ അസ്തിത്വങ്ങൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായി പല പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഇന്നലെ ഒരു സംയുക്ത പ്രസ്താവന, ഒരു ആവശ്യം, ഒരു ഡിമാൻഡ് ഉന്നയിക്കാൻ കഴിഞ്ഞു. കേരള പഠനം പോലുള്ള ഒരു പഠനം കൃത്യതയോടുകൂടി നമ്മൾ നടത്തണം, ഗവൺമെന്റ് നടത്തുന്നില്ലെങ്കിൽ. പക്ഷെ നമ്മളല്ല നടത്തേണ്ടത്. ഇപ്പോൾ ഈ വിഷയത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇതിലുള്ള ബലം സച്ചാർ കമ്മിറ്റി, പാലോളി കമ്മിറ്റി എന്ന് പറയുന്ന ഗവൺമെന്റ് കമ്മിറ്റികളാണ്. അത് ഗവൺമെന്റിനോട് ഇത് ആവശ്യപ്പെടണം. ഗവൺമെന്റ് ഇത് ആവശ്യപ്പെട്ട് തരുന്നില്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ രംഗത്തിന് എന്തോ പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് ആ വിഷയത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കി. അതിൽ വരേണ്ടത് കേവലം ഉദ്യോഗത്തിലെ കാര്യം മാത്രമല്ല, ഭൂമിയുടെ അളവ് എങ്ങനെയാണ്, ഭൂമിയുടെ വിതരണം വ്യത്യസ്ത സമൂഹങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ഭൂമിയുടെ അളവിൽ വലിയൊരു ഡിസ്പാരിറ്റി ഇവിടെ വന്നിരിക്കുന്നത്.
അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ഇത് വർഗീയതയാവില്ലേ എന്നൊരു തോന്നലിൽ നിന്ന് മുസ്ലിം സമൂഹം മുക്തമാവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ മുസ്ലിം കമ്മിറ്റി കൃത്യമായി വെക്കേണ്ട ഒരു ഡിമാൻഡ്, ഏതെങ്കിലും ഒരു ഭാഗത്ത് അനാവശ്യമായിട്ട് നേടിയിട്ടുണ്ടെങ്കിൽ, അധികം നേടിയിട്ടുണ്ടെങ്കിൽ പുനർനിർണയിക്കണം എല്ലാ സംഗതികളും. സംവരണവും ഉദ്യോഗത്തിലെ പങ്കാളിത്തവും ഭൂമിയുടെ വിതരണവും എല്ലാം പുനർനിർണയിക്കണം. ആ പുനർനിർണയം അല്ലാതെ ഇതിനൊരു പരിഹാരം യഥാർത്ഥത്തിൽ ഇല്ല. ഇതെന്തെങ്കിലും ഉടായ്പകൾ കൊണ്ട് തീർക്കാൻ പറ്റുന്നതല്ല യഥാർത്ഥത്തിൽ ഈ വിഷയം. തൽക്കാലം നമ്മളിപ്പോൾ പറയുന്ന ഒരു പരിഹാരം പലരും പറയുന്ന, അത് ഞാനടക്കം തന്നെ ചിലപ്പോൾ നമ്മൾ അങ്ങനെ പറയാറുണ്ട്, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇതനുസരിച്ച് കൊടുത്തോട്ടെ, കോശി കമ്മിറ്റി അനുസരിച്ച് മറ്റവർക്ക് കൊടുത്തോട്ടെ. ഇത് പൊതുഫണ്ടിന്റെ ഉപയോഗമാണല്ലോ. പൊതുഫണ്ട് എന്ന് പറഞ്ഞാൽ തൽക്കാലം നമ്മൾ വീട്ടിൽ കുട്ടികൾ എന്തെങ്കിലും വികൃതി കൂടുമ്പോൾ എന്നാ മറ്റവൻ കരയണ്ട, അവനും കൊടുത്തോട്ടെ എന്ന് പറഞ്ഞാലല്ലോ പ്രശ്നം പരിഹരിക്കേണ്ടത്. ആവശ്യമാണെങ്കിൽ അത് കൊടുക്കണം. ഈ ആവശ്യം ഏറ്റവും കൂടുതൽ നേടിക്കഴിഞ്ഞിരിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് എടുത്തു കൊടുക്കണം. സംവരണം വന്നപ്പോൾ തന്നെ 10 വർഷത്തിനുള്ളിൽ പുനഃപരിശോധിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ ഓരോ കൊല്ലവും യഥാർത്ഥത്തിൽ ഇത് പുനഃപരിശോധിക്കട്ടെ. അതിനാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മുസ്ലിം സമൂഹം ആർജിക്കേണ്ടുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പൗരവിദ്യാഭ്യാസം. ഈക്വൽ സിറ്റിസൺസ് ആണ് നമ്മൾ എന്നുള്ള ഒരു രീതി വേണം യഥാർത്ഥത്തിൽ കാര്യങ്ങളെ. അതിന് ആ ഒരു അളവിൽ നിന്നുകൊണ്ട് മറ്റ് സമൂഹങ്ങളോടുള്ള ആദരവും ബഹുമാനവും എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു ഗുണമായതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു ഇടപെടൽ കൊണ്ട് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ. ആ ഒരു പൗരബോധത്തിൽ നിന്നുകൊണ്ട് നമ്മൾ തുല്യാവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും ഇവിടെ നമ്മുടെ സാമൂഹ്യ രംഗത്തെ വഷളാക്കിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളിലും കൃത്യമായ പഠനം നടത്തി ഒരു പുനർനിർണയം ആവശ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. എന്തായാലും അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അതെ, മദർ തെരേസ സ്കോളർഷിപ്പിൻ്റെ പേജിൽ തന്നെ എഴുതിയിരിക്കുന്നത്, ദി സ്കോളർഷിപ്പ് ഈസ് പ്രൊവൈഡഡ് ടു മെറിറ്റോറിയസ് സ്റ്റുഡൻസ് ബിലോങ്ങിങ് ടു മൈനോറിറ്റി കമ്മ്യൂണിറ്റി സച്ചാസ് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ പറയുന്നത് ക്രിസ്ത്യൻ, ബുദ്ധിസം, ജെയിൻ, സിഖ് ആൻഡ് ലാസ്റ്റാണ് പറയുന്നത് മുസ്ലിംസ് എന്നുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു സ്ഥിതി. അപ്പോൾ വളരെ പ്രസക്തമായിട്ടുള്ള വാദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു അവർണ സവർണ പ്രശ്നമാണ്, മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നമല്ല എന്ന് സ്ഥാപിച്ച ബഹുമാന്യനായ പ്രദീപ് സമൻ അവർക്ക് ഈ കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അടുത്തായി നമ്മുടെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മുടെ ബാറിലെ പ്രശസ്തനായ അഡ്വക്കേറ്റ് ആലിക്കോയ സാഹിബാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അതിന് മുമ്പ് നമ്മുടെ അഡ്വക്കേറ്റ് അസ്ഫാഖ് ഇവിടെ ഉണ്ട്, അഡ്വക്കേറ്റ് അബൂബക്കർ, എറണാകുളം അബൂബക്കർ ഉണ്ട്. ഇവരൊക്കെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർ, ക്യാരി ഓൺ സർ. താങ്ക് യു. നിങ്ങൾ അഡ്മ്യൂട്ട് ചെയ്യണം. ഓക്കെ, ബൈ. താങ്ക് യു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വളരെ സുദീർഘമായി തന്നെ ഡോക്ടർ സമാൻ സാഹിബും സംസാരിച്ചിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് 8 മണിക്ക് വേറെ പരിപാടി പങ്കെടുക്കേണ്ടതുണ്ട്. ഇതിന്റെ സമയത്ത് തന്നെ 8 മണി കഴിഞ്ഞു, പോയി. എന്തായാലും ഞങ്ങളുടെ കുറഞ്ഞ വാക്കുകളില് ഈ വിഷയങ്ങളെ നിങ്ങൾ മുമ്പായി ചർച്ച വെക്കുകയാണ്. ഇതിലിപ്പോ ഡോക്ടർ സംസാരിച്ച പോലെ 3 ഓർഡറുകളാണ് ഹൈക്കോടതി കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് 2008 പിന്നെ 2011 2 ഓർഡറുകൾ. ഇത് ശരിക്കും സച്ചാർ കമ്മിറ്റിയുടെ അന്തസ്സത്തെ തന്നെ കടക്കിൽ തട്ടിവെക്കുന്ന രൂപത്തിലുള്ള ആണ് ഈ ഓർഡർ, ഈ വിധി. ഇത് മൈനോറിറ്റി പ്രശ്നമല്ല. ഇത് മുസ്ലിങ്ങൾക്ക് സച്ചാർ കമ്മിറ്റി നൽകിയിരിക്കുന്ന അഭിപ്രായത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ഗവൺമെന്റ് നിർദ്ദേശിച്ചുള്ള ഒരു പരിപാടിയുടെ അവരുടെ പിന്നോക്കാവസ്ഥയിൽ നിന്നും അവരെ മോചനം നൽകുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചൊരു പദ്ധതി ആണിത്. അത് മൈനോറിറ്റിൻ്റെതാക്കി മാറ്റി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള രീതി സംഭവിച്ചത്. അത് ഈ കോവിഡ് പ്രസ്ഥാനത്തിന്റെ സമയത്താണ്, 2020 ഇത് ജസ്റ്റിൻ എന്ന് പറഞ്ഞ അഭിഭാഷകന് കോടതിയിൽ നിന്ന് റിട്ടായിട്ട് കൊടുക്കുന്നത്. അതിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ എല്ലാം നേടിയെടുക്കുന്നു. ഈ സ്കോളർഷിപ്പ്, വിദ്യാഭ്യാസം, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ 80% മുസ്ലിങ്ങൾക്ക്, 20% മറ്റ് കൺവേർട്ടഡ് ക്രിസ്ത്യൻസും വിഭാഗങ്ങൾക്കും ആണ്. തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ളതാണ്. അതിനെക്കുറിച്ച് നമ്മുടെ ഗവൺമെന്റ്, അന്നത്തെ ഈ ഗവൺമെന്റ് വേണ്ട വിധത്തിൽ കോടതിയിൽ ഇത് ബോധിപ്പിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അല്ല, ഏതെങ്കിലും ഈ കാര്യങ്ങൾ ശരിക്കും പഠിച്ച് കോടതിയെ ധരിപ്പിച്ചിരുന്നെങ്കിൽ
ഈ തരത്തിലുള്ള ഒരു വിധി കോടതിയിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം ഈ അതില് പിന്നെ രണ്ട് ഈ ഗവൺമെന്റിന് വേണ്ടി ഹാജരായിരിക്കുന്നത് സ്റ്റേറ്റ് അറ്റോർണിയാണ്. സ്റ്റേറ്റ് അറ്റോർണി കാര്യങ്ങളൊന്നും തന്നെ വേണ്ട വിധത്തിൽ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അവരുടെ കണ്ടൻഷൻ ഒന്നും തന്നെ ഈ വിധി പ്രസ്താവിച്ചതിൽ വിധിന്യായത്തിൽ കാണുന്നില്ല. മാത്രമല്ല അതിൽ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റിൽ ഈ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ബോധിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ഉപോത്ഭകരമായിട്ടുള്ള വാദങ്ങൾ ഈ സമയത്ത് കോടതിയിൽ മുമ്പാകെ സമർപ്പിക്കണ്ടേ? ഇത് ഓൺലൈനിലെ ഹിയറിംഗാണ് നടന്നത്. ഈ കാര്യങ്ങളൊന്നും തന്നെ യാതൊന്നും തന്നെ ബോധിപ്പിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം മുസ്ലിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആനുകൂല്യങ്ങളാണ് വേണ്ടത്. അത് മൈനോറിറ്റി എന്നുള്ളതിലേക്ക് വരുത്തിയിട്ട് കോടതി കണ്ടെത്തിയിരിക്കുന്നതാണ് ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 30 ഭരണഘടനയിലെ ഈ അനുച്ഛേദങ്ങളൊക്കെ എതിരാണ് ഈ തീരുമാനം, ഈ ഓർഡറുകൾ. അതുകൊണ്ട് തന്നെ അപ്പോസ് ചെയ്തിരിക്കുന്നു എന്നാണ്. ആർട്ടിക്കിൾ 14 ഈക്വാലിറ്റി ബിഫോർ ലോ, പിന്നെ അതുപോലെ തന്നെ ആർട്ടിക്കിൾ 50 ആകുമ്പോൾ ഡിസ്ക്രിമിനേഷൻ, ഈ കാസ്റ്റ് ഇതിലൊക്കെ പിന്നെ വിവേചനം, ഇത് അതുപോലെ തന്നെ ആർട്ടിക്കിൾ 29 പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. ഇവിടെ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് അല്ല, ഇത് മുസ്ലിങ്ങൾക്ക് സച്ചാർ കമ്മിറ്റി പ്രകാരം ലഭിക്കേണ്ട ഒരു ആനുകൂല്യം അതാണ് കവർന്നെടുത്തിട്ട് മറ്റത് കൊടുക്കുന്നത്. പക്ഷെ 2011 22/2/2011 ആ ഓർഡർ പ്രകാരമാണല്ലോ ഇത് പാനോളി കമ്മിറ്റിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ 80-20 എടുക്കുന്നത്. അപ്പൊ അതിന് ശേഷം വന്ന UDF ഗവൺമെന്റ് ആ ഒരു തീരുമാനത്തിനെ പിന്നെ നിരാകരിച്ചിട്ടില്ല. എന്താ വെച്ചാല് അതൊരു മതസ്പർദ്ധ ഉണ്ടാക്കേണ്ട ഒരു 20% ഇല്ലേ എന്നുള്ളതാണ്. അത് മാത്രമല്ല, അത് കൺവേർട്ടഡ് ക്രിസ്ത്യൻസിനാണ് ഇത് കൊടുക്കുന്നത്. കൺവേർട്ടഡ് ക്രിസ്ത്യൻസിന് അതുപോലെ ക്രിസ്ത്യൻ വിഭാഗത്തിന് മൊത്തത്തിലുള്ളതല്ല. അതിന് വേറെ കമ്മിറ്റി വെച്ചിട്ടുണ്ട്, വേറെ കമ്മീഷൻ വെച്ചിട്ടുണ്ട്. കോശി കമ്മീഷൻ അതിന് വേണ്ടിയിട്ടാണ്. അതിന്റെ റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം എന്താണ് എന്നുള്ളത് അതിന് നമുക്ക് അവകാശം ഉന്നയിക്കാൻ മുസ്ലിം സമുദായം നേരെ അങ്ങനെ ഇതാക്കിയിട്ടില്ല. മറ്റുള്ളവരുടെ അവകാശങ്ങളൊന്നും നമുക്ക് വേണം എന്ന് മുസ്ലിം സമുദായം എന്നേ വരെ പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗോ അതുപോലുള്ള രാഷ്ട്രീയ പാർട്ടികളോ ഒന്നും തന്നെ ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പൊ ഇതില് ഇനി നമുക്ക് ചെയ്യാനുള്ളത്, എന്റെ അഭിപ്രായത്തിൽ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും വിശദീകരിച്ചു കഴിഞ്ഞു, അത് ആവർത്തിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്കിത് ചെയ്യാനുള്ളത് ഒന്ന് ഗവൺമെന്റിന് ഇതിന് റിവ്യൂ കൊടുക്കാം. ഇത് റിവ്യൂ എങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ 80-20 എന്നുള്ളത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം മുസ്ലിംസിന് മാത്രമേ ഉള്ളൂ ഈ ആനുകൂല്യങ്ങൾ. അത് മൈനോറിറ്റീസിന്റെ അല്ല. മൈനോറിറ്റീസ് സെല്ല് എന്നുള്ള പേര് തന്നെ ഉണ്ടാക്കിയത് തന്നെ വളരെ ദുരുദ്ദേശപരമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ റിവ്യൂ കൊടുത്തിട്ട് ഈ കാര്യങ്ങളിൽ വേണ്ട വിധത്തിൽ ബോധിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല, ഇതിന്റെ അന്തസ്സത്ത ഇതാണ് എന്ന് ഗവൺമെന്റിന് തന്നെ ഇതേ കോടതിയിൽ ഇതേ ബെഞ്ച് മുമ്പാകെ ഒരു റിവ്യൂ പെറ്റീഷൻ കൊടുത്തിട്ട് റിവ്യൂ ചെയ്യിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഗവൺമെന്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി വിശദീകരിക്കേണ്ടതുണ്ട്. മറ്റൊന്നുള്ളത് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കുക. പക്ഷെ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ അത് വർഷങ്ങളോളം അവിടെ കിടക്കും. ഇപ്പോൾ പല കാര്യങ്ങളും സുപ്രീം കോടതി കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, പല കാര്യങ്ങളും എടുക്കുന്നില്ല അവിടെ തന്നെ. ഇപ്പൊ CAA കാശ്മീർ വിഷയമൊക്കെ തന്നെ അപ്പീൽ കൊടുത്തിട്ട് അവിടെ റിട്ട് കൊടുത്തിട്ട് അതിന്റെ അവസ്ഥയൊക്കെ നമുക്കറിയാലോ. വളരെ അമർജഡായിട്ടുള്ള കാര്യങ്ങളായിട്ട് പോലും ഇതുവരെ അതിനൊരു തീരുമാനം, ഒരു സ്റ്റേ പോലും കൊടുത്തിട്ടില്ല. അപ്പോ ആ അവസ്ഥയിൽ അപ്പീൽ കൊടുക്കും. അപ്പീൽ എന്തായാലും കൊടുത്തേ പറ്റൂ. അപ്പീൽ കൊടുത്തിട്ട് അത് എത്രത്തോളം നമ്മൾ സമയബന്ധിതമായിട്ട് നമുക്ക് അതിനൊരു ഓർഡർ കിട്ടും, അല്ലെങ്കിൽ ഇതിൽ സ്റ്റേ ചെയ്യും നമുക്കൊരു ഉറപ്പില്ല. പക്ഷെ റിവ്യൂ പെറ്റീഷൻ കൊടുത്ത് ഇവിടെ തന്നെ ചെയ്യിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലത്. അല്ല, മൂന്നാമത്തെ കാര്യം, ഗവൺമെന്റിന് നിയമനിർമ്മാണം നടത്തിയിട്ട് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ 3 കാര്യങ്ങളിൽ എന്തെങ്കിലും ഗവൺമെന്റ് ചെയ്യേണ്ടതാണ് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. താങ്ക് യു സാർ. വളരെ പ്രായോഗികമായ നിർദ്ദേശമാണ് ഗവൺമെന്റ് നിയമപരമായിട്ടുള്ള തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളത്. മറ്റത് വളരെ പ്രയാസം ഉണ്ടാവുമെന്നുള്ളത് സത്യത്തിൽ ശരിയാണ്. ഏതായാലും നമ്മുടെ ഈ പരിപാടിയിൽ വന്ന് നമ്മളെ സംബന്ധിച്ചതിന് വളരെ നന്ദി. നമുക്കിനി മെക്കയുടെ ജനറൽ സെക്രട്ടറി അലീക്ക 2 വാക്ക് സംസാരിച്ചാൽ നന്നായിരുന്നു. സാർ അൺമ്യൂട്ട് ചെയ്യണം സാർ. അൽഹംദുലില്ലാ, വളരെ കാലിക പ്രസക്തിയുള്ള കഴിഞ്ഞ ഒരാഴ്ചയായി കേരള പരിസരത്ത് സജീവമായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഈ കോടതി വിധിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്
സഹോദരൻ ബദിയുസ് സമാൻ അത് പൂർണ്ണമായും അത് ആധികാരികമായും യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ടും ആ വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞു. തുടർന്ന് സംസാരിച്ച ബഹുമാന്യനായ അഡ്വക്കേറ്റ് ആലിക്കോയ സാഹിബ് അതിന്റെ 3 കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് അദ്ദേഹം പറഞ്ഞു നിർത്തി ഭാഗത്ത് നിന്നാണ് തുടങ്ങാനുള്ളത് എന്ന് ഒരു 5 മിനിറ്റ് സമയമുണ്ടെങ്കിൽ 5 മിനിറ്റ് സംസാരിക്കാം. ഒന്നാമത്തെ അദ്ദേഹം പറഞ്ഞത് പുനഃപരിശോധനാ ഹർജിയാണ്. പുനഃപരിശോധനാ ഹർജി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അറിയാം, വിധി പറഞ്ഞ അല്ലെങ്കിൽ വിധി എഴുതിയ 2 ജഡ്ജിമാരാണ് അത് നടത്തുന്നത്. അവർ ഇന്നലെ എഴുതിയ കാര്യം നാളെയോ മറ്റന്നാളോ പുനഃപരിശോധനാ ഹർജിയിൽ അതിന് വിരുദ്ധമായി ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ കോടതിയുടെ ചരിത്രത്തിൽ വളരെ അപൂർവമാണ്. പുനഃപരിശോധനാ ഹർജിയിൽ ഇന്ത്യ ചരിത്രത്തിൽ പോലും 7% കൂടുതൽ വന്നിട്ടില്ലെന്നാണ് ഞാനൊരു ലേഖനത്തിൽ വായിച്ചത്. അപ്പൊ പുനഃപരിശോധനാ ഹർജിക്ക് അദ്ദേഹം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പൂർണ്ണമായും മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള ഇതില് 20% കൊടുത്തത്, അതുകൊണ്ട് ഇത് മുസ്ലിങ്ങൾക്കാണ് എന്ന് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ 20% കേരളത്തില് എന്നൊന്നും പറഞ്ഞിട്ടില്ല. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പഠിച്ച് അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നതാണ്. ആ പരിഹാര നിർദ്ദേശത്തിന്റെ ഭാഗമായി തന്നെയാണ് അത് കേരളത്തിന്റെ സവിശേഷമായ സാഹചര്യത്തിൽ കേരളത്തിൽ എങ്ങനെ നടപ്പിലാക്കാം എന്നത് അന്നത്തെ ഗവൺമെന്റ് നിയോഗിക്കപ്പെട്ട പാലോളി കമ്മിറ്റിയുടെ ശുപാർശകളുടെ ഫലമായിട്ടാണ്. ആ പാലോളി കമ്മിറ്റി ശുപാർശകൾ നടപ്പിലാക്കുന്ന ഇന്ന് റദ്ദാക്കപ്പെട്ടതായി നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ആദ്യത്തെ ഉത്തരവ്, ആ കേസിലെ എക്സിബിറ്റ് P2 പറയുന്നത് പൊതുഭരണ വകുപ്പ് 2008 ഓഗസ്റ്റ് മാസം 16-ാം തീയതി പുറത്തിറക്കിയ 278/2008 നമ്പർ പൊതുഭരണ വകുപ്പിന്റെ ന്യൂനപക്ഷ സെല്ലിൽ നിന്നും ഇറക്കിയ ഉത്തരവാണ്. ആ ഉത്തരവിന്റെ കാതലായ ഒരു പാരഗ്രാഫ് മാത്രം ഞാൻ വായിക്കാം. ഒത്തിരി കാര്യങ്ങളുണ്ട്. പാലോളി കമ്മിറ്റി ശുപാർശകളെ തുടർന്ന് നടത്തേണ്ട നടപടികളുടെ ഭാഗമായി താഴെ പറയുന്നവ അംഗീകരിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. മുസ്ലിം പെൺകുട്ടികൾക്ക് അടിവരയിട്ട് കേൾക്കേണ്ടതാണ്. മുസ്ലിം പെൺകുട്ടികൾക്ക് ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സുകൾക്ക് മെറിറ്റ് കം മീൻസ് അടിസ്ഥാനത്തിൽ പ്രതിവർഷം യഥാക്രമം 3000, 4000, 5000 രൂപ നിരക്കിൽ മൊത്തം 5000 സ്കോളർഷിപ്പുകൾ അനുവദിക്കുന്നതാണ്. ഈ പരിപാടി കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്നതാണ്. 2, മുസ്ലിം പെൺകുട്ടികൾക്ക് അടിവരയിട്ട് പറയുന്നു, മുസ്ലിം പെൺകുട്ടികൾക്ക് ഹോസ്റ്റലിൽ താമസിച്ച് കോളേജുകളിൽ പഠിക്കുന്നതിനും മത്സര പരീക്ഷകൾക്ക് പഠിക്കുന്നതിനും മെറിറ്റ് കം മീൻസ് അടിസ്ഥാനത്തിൽ സ്റ്റൈപ്പൻഡ് അനുവദിക്കുന്നതാണ്. പിന്നെ പറയുന്ന പട്ടികജാതിക്കാർക്ക് കോച്ചിങ് നടത്തുന്ന പോലെ കോച്ചിങ് സെന്റർ വേണം. അതാണ് നേരത്തെ പരാമർശം. ഏറ്റവും അതിന് പ്രധാനപ്പെട്ട ബദിയുസ് സമാൻ സഹോദരൻ പറഞ്ഞതുപോലെ ഈ ഉത്തരവിൽ തന്നെയാണ് മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. അത് പറയുന്നത് മദ്രസ അധ്യാപകർക്ക് അധ്യാപകരുടെയും മദ്രസകളുടെയും വിഹിതത്തോട് വഖഫ് ബോർഡിന്റെ വിഹിതവും ചേർത്ത് ക്ഷേമനിധി പെൻഷൻ അനുവദിക്കുന്നതാണ്. ക്ഷേമനിധിയിൽ അംഗങ്ങളാകുന്ന മദ്രസ അധ്യാപകർ, അവരെ നിയമിക്കുന്ന മദ്രസ അഥവാ പള്ളി കമ്മിറ്റികൾ എന്നിവയുടെ പ്രതിമാസ വിഹിതം, സംസ്ഥാന വഖഫ് ബോർഡിൽ നിന്ന് ലഭിക്കാവുന്ന പ്രതിവർഷ സഹായം എന്നിവ വഴി ക്ഷേമനിധി ഫണ്ട് സ്വരൂപിക്കേണ്ടതാണ്. ഇതിന്റെ നടത്തിപ്പിനായി സർക്കാർ പ്രഖ്യാപിച്ച ബജറ്റ് വിഹിതത്തിൽ നിന്ന് കരുതൽ ധനമായി ഈ വർഷം 2 കോടി രൂപ നൽകുന്നതാണ്. 2008 ഈ ക്വാഷ് ചെയ്യപ്പെട്ട റദ്ദാക്കപ്പെട്ട ഒന്നാമത്തെ P2 എക്സിബിറ്റ് ഓർഡറിന്റെ കാതലാണ് ഞാൻ വായിച്ചത്. ഈ ഉത്തരവ് റദ്ദാക്കിയതോടുകൂടി തന്നെ ആരിക്കോയ സാറും ബദിയുസ് സമാൻ സാഹിബും ഒക്കെ പറഞ്ഞതനുസരിച്ച് ഇനി ആ ഉത്തരവിന്റെ തുടർ നടപടികളായി അനുബന്ധമായി പിന്നീട് ഇറങ്ങിയ ഓരോ ഉത്തരവുകളും ഈ അടിത്തറ വലിച്ചു മാറ്റിക്കഴിഞ്ഞാൽ, അടിത്തറ റദ്ദാക്കി കഴിഞ്ഞാൽ പിന്നെ അടിത്തറ ഇല്ലാതെ എങ്ങനെയാണ് അതിന്റെ അടുത്ത തട്ടും മുകളിൽ ചുവരും ജനലും എല്ലാം നിൽക്കുന്നത്? അപ്പൊ അതുകൊണ്ട് അത് റദ്ദായി. ഇനി രണ്ടാമത്തെ ഉത്തരവ്, അത് VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് കൃത്യമായി 3 മാസം മുമ്പ്. VS അച്യുതാനന്ദന്റെ കാലാവധി അവസാനിക്കുന്നത് 18/5/2011 18/5/2011 ഈ ഉത്തരവ് 20% മുസ്ലിങ്ങൾക്ക്, അന്നത്തെ നിയമസഭാ സാമാജികരും ചില
സാമുദായിക നേതാക്കളുടെയും ആവശ്യപ്പെട്ടത് പ്രകാരം പാലോളി ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയുടെ ചുമതല വഹിക്കുമ്പോൾ VS അച്യുതാനന്ദൻ സർക്കാർ ഫെബ്രുവരി 22-ന് 2016 ഉത്തരവിലാണ് 20% മുസ്ലിം കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പിന്റെ 20% ലത്തീൻ കത്തോലിക്കർക്കും പരിവർത്തന കേസാക്കുന്നത്. അതാണ് രണ്ടാമത് റദ്ദാക്കിയ ഉത്തരവ്. മൂന്നാമത്തെ ഉത്തരവാകട്ടെ മഞ്ഞളാംകുഴി അലി മന്ത്രിയായിരുന്ന കാലത്ത് UDF സർക്കാരിന്റെ 8/5/2015 ഉത്തരവാണ്. എന്താണ് ആ 8/5/2015 ഉത്തരവ്? അത് CA ICW കമ്പനി സെക്രട്ടറി പ്രാക്ടീസ് ഈ കോഴ്സുകൾക്ക് പഠിക്കുന്ന അതിലെ ആ പ്രയോഗത്തിൽ തന്നെ നമുക്ക് ചില വീഴ്ചകൾ അന്നേ സംഭവിച്ചിട്ടുണ്ട്. മൈനോറിറ്റി സ്റ്റുഡൻസിന് ഒരു സ്റ്റൈപ്പൻഡ്, ഒരു വിദ്യാഭ്യാസ ധനസഹായം, പഠന സഹായം എന്ന നിലയ്ക്ക് 12,000 രൂപ കൊടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ 500 കുട്ടികൾക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു. 500 കുട്ടികൾക്ക് കൊടുക്കേണ്ട ഫണ്ട് എത്ര തുകയാണെന്നും വകയിരുത്തിയിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പാരഗ്രാഫിൽ പറയുന്നു, ഈ സ്കോളർഷിപ്പില് അപേക്ഷിക്കേണ്ടുന്ന വരുമാന പരിധി 6 ലക്ഷമാണ്. അതിൽ 80% മുസ്ലിം, 20% ലത്തീൻ കത്തോലിക്കർ, അവശ ക്രൈസ്തവർക്കായി സംവരണം ചെയ്തിരിക്കുന്നു. എന്നിട്ട് അടുത്ത സെന്റൻസ് പറയുന്ന അതിൽ തന്നെ 30% പെൺകുട്ടികൾക്ക് മുൻഗണന. ഇങ്ങനെയൊക്കെ ആണെങ്കിലും BPL ഉദ്യോഗാർത്ഥികൾക്ക് ആയിരിക്കും സ്കോളർഷിപ്പിന്റെ മുൻഗണന. ഇതാണ് ഈ 3 ഉത്തരവ് റദ്ദാക്കിയത്. അപ്പോൾ ഫലത്തിൽ ഈ സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്നും ചെലവഴിക്കുന്ന എല്ലാ സ്കോളർഷിപ്പുകളും ഈ കോടതി വിധി 28/5/2021 കോടതി വിധിയോടുകൂടി നിലച്ചിരിക്കുകയാണ്. ഈ സ്കോളർഷിപ്പുകളൊക്കെ തന്നെ കഴിഞ്ഞ അധ്യയന വർഷം വരെ 3-4 വർഷത്തെ കുടിശ്ശികയായി അർഹതപ്പെട്ട പാവപ്പെട്ട കുട്ടികൾക്കുണ്ട്. ഞാൻ ചുരുക്കി പറയാം, 80 രൂപ മുസ്ലിം കുട്ടിക്കും 20 രൂപ ലത്തീൻ കത്തോലിക്കർക്കും അവശ ക്രൈസ്തവർക്കും ലഭിക്കേണ്ടിയിരുന്ന കഴിഞ്ഞ 2-3 വർഷത്തെ കുടിശ്ശിക ഏതാണ്ട് 14,000 കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് അനുവദിച്ചത് അർഹതയുടെ അടിസ്ഥാനത്തിൽ. അതിൽ 2,800 ലത്തീൻ കത്തോലിക്കരും അവർക്കും മുസ്ലിങ്ങൾക്കും അടക്കം ഇത് മുഴുവൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഇന്ന് ആരംഭിച്ച അധ്യയന വർഷത്തിൽ പുതിയ അപേക്ഷ ക്ഷണിക്കാനോ ഈ നടപ്പ് സെഷനിൽ ബജറ്റ് പാസാക്കി കഴിഞ്ഞാൽ, ഫണ്ട് വകയിരുത്തി കഴിഞ്ഞാൽ അതിന്റെ കുടിശ്ശിക നൽകാനോ മദ്രസാധ്യാപക ക്ഷേമനിധി നടത്തിക്കൊണ്ടുപോകാനോ ഒന്നും തന്നെ കഴിയാത്ത വിധം ഈ അടിസ്ഥാനപരമായ 3 ഉത്തരവുകളും റദ്ദാക്കിയതോടുകൂടി ഈ റിവിഷൻ പെറ്റീഷന്റെ സ്കോപ്പ് എനിക്ക് ഒട്ടുമില്ല. നമുക്കറിയാം, വിധി പറഞ്ഞവർ തന്നെയാണ് കേൾക്കുന്നത്. അപ്പീലിന്റെ സാധ്യത എന്താണ്? നമ്മുടെ അപ്പീലിന്റെ സാധ്യത CAA NRC ആയി ബന്ധപ്പെട്ട് 2019 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമം ചോദ്യം ചെയ്ത്, ഭരണഘടനാ സാധ്യത ചോദ്യം ചെയ്ത്, അത് തുല്യനീതിക്ക് മതപരമായ വിവേചനമുണ്ട് എന്ന് കാണിച്ച് 2 വർഷമായി 161ഓളം കേസുകൾ സുപ്രീം കോടതിയുടെ ഒരു 3-അംഗ ബെഞ്ചിന്റെ പരിഗണനക്ക് പോലും എടുത്തില്ല. സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുകയാണ്. അതിന് നമ്പർ ഇടുകയോ ആ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മറുപടികളോ ചോദിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു സുപ്രീം കോടതി. രണ്ടാമതായി, കേരളത്തിൽ നിന്നടക്കം മുന്നോക്ക സംവരണവുമായി ബന്ധപ്പെട്ട് 103-ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭരണഘടനാ സാധ്യത ചോദ്യം ചെയ്ത് 30 ഹർജികൾ, അതില് ഈ പറയുന്ന ഞാനടക്കം മുൻ പിന്നോക്കക്ഷേമ വകുപ്പ് ഡയറക്ടർ ജോഷി അടക്കമുള്ള ഒരു സംഘമുണ്ട്. ദേശീയ പിന്നോക്ക ഉദ്യോഗസ്ഥ സംഘം, അല്ലെങ്കിൽ അതിന്റെ പിന്നോക്കക്കാരുടെ ഒരു സംഘം. അത് ജസ്റ്റിസ് ഈശ്വരയ്യ, നാഷണൽ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷന്റെ ചെയർമാനായിരുന്നു. അദ്ദേഹം ആന്ധ്ര ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അദ്ദേഹം ചെയർമാനായ അവരാണ് ആദ്യം EWS 10% മുന്നോക്ക സംവരണം ചോദ്യം ചെയ്ത് 2019 ഫെബ്രുവരി 20 ഫെബ്രുവരിയുടെ അവസാന ദിവസങ്ങളിൽ ഹർജി കൊടുത്തു. അതടക്കം കഴിഞ്ഞ വർഷം 2020 വരെ 30 ഹർജികൾ EWS സംവരണം ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിലുണ്ട്. ഈ കേസുകളിലൊന്നും ഒരു വിധി പറയാത്ത, നമുക്കറിയാം, നമ്മുടെ സുപ്രീം പരമോന്നത നീതിപീഠത്തിൽ നിന്ന് ഈ മോഡി സർക്കാരിന്റെ കാലത്ത് റിട്ടയർ ചെയ്ത ദീപക് വർമ്മ, രഞ്ജൻ ഗൊഗോയി, ഈ അടുത്ത് റിട്ടയർ ചെയ്ത SA ബോബ്ഡെ, ഇനി അടുത്ത ഓഗസ്റ്റിൽ റിട്ടയർ ചെയ്യാൻ പോകുന്ന ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്, ഈ ആൾക്കാരുടെ ഇരിക്കുന്നിടത്തോളം കാലം നമ്മളൊരു അപ്പീൽ കൊണ്ടുപോയി കൊടുത്താൽ കേരള സർക്കാർ ചെയ്ത തന്ത്രപൂർവമായ ഒരു ഭാഗം നമുക്ക് നമ്മുടെ അനുഭവത്തിൽ വരുത്താം. ശബരിമല വിഷയത്തിൽ അവര്
പറഞ്ഞു. അത് സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ ബാധ്യസ്ഥമായ ഭരണകൂടം എന്നാലൊക്കെ അവർ നടപ്പിലാക്കാൻ ശ്രമിച്ച അതിന്റെ പ്രത്യാഘാതവും ഗുണവും ദോഷവും അനുഭവിച്ചവര് ഇപ്പൊ എന്താ അവര് പറയുന്നത്? അത് 5 അംഗ വിശാല ബെഞ്ചിന്റെ അല്ലെങ്കിൽ വലിയ ഉയർന്ന ബെഞ്ചിന് വിശാല ബെഞ്ചിന്റെ പരിഗണനയിലിരിക്കുന്ന വിഷയം, അത് തീരുമാനമായിട്ട് സർക്കാർ ഈ കാര്യത്തിൽ അഭിപ്രായം പറയാൻ തീരുമാനമുണ്ട്. ഇത് തന്നെയായിരിക്കും നമ്മുടെ ഈ സ്കോളർഷിപ്പ് വിധിയുമായി ബന്ധം. പക്ഷേ സ്കോളർഷിപ്പ് വിധി അല്ല ഇതിന്റെ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ ക്ഷേമ ഫണ്ട് ഉപയോഗിച്ച്, ന്യൂനപക്ഷത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ പൊതുഖജനാവിലെ ഫണ്ട് ഉപയോഗിച്ച് ഇപ്പോൾ നടത്തിവരുന്ന യാതൊരുവിധ സ്കോളർഷിപ്പോ ക്ഷേമ പദ്ധതികളോ മദ്രസാധ്യാപക പെൻഷനോ ഒന്നും ഇന്ന് 28-ാം തീയതിക്ക് ശേഷം നടപ്പിലാക്കാൻ കഴിയില്ല. അങ്ങനെ നടപ്പിലാക്കിയാൽ അത് കോടതി ലക്ഷ്യമാകും. അങ്ങനെ കോടതി ലക്ഷ്യമാകുമ്പോൾ ഈ പറയപ്പെട്ട നേരത്തെ പറഞ്ഞ 2 ജസ്റ്റിൻ പള്ളിവാതിക്കലിനൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ വലിയ മുന്നോക്ക സമുദായത്തിന്റെ സഭകളുടെ, അത് അങ്ങ് വടക്ക് താമരശ്ശേരി ബിഷപ്പ്, അങ്കമാലി എറണാകുളം ബിഷപ്പ്, കൊച്ചി ബിഷപ്പ്, ചങ്ങനാശ്ശേരി ബിഷപ്പ്, തിരുവനന്തപുരത്തുള്ള ബിഷപ്പുമാരെല്ലാവരും കൂടി ചേർന്നുള്ളതാണ്. അല്ലാതെ ഒരു വക്കീലിന്റെ മാത്രമല്ല. ഇതിൽ നമുക്ക് ഈ സർക്കാരിനെ കൊണ്ട് നമ്മള് മുസ്ലിം സമുദായം അതിന്റെ അർഹതപ്പെട്ട വിഹിതം ഉറപ്പുവരുത്താനായി സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഈ നടപ്പ് നിയമസഭാ സമ്മേളന കാലയളവിൽ തന്നെ ഒരു നിയമനിർമ്മാണത്തിന്, ഒരു ബദൽ ഈ കോടതി വിധി മറികടന്ന് ഇത് സാമൂഹ്യനീതി ഉറപ്പുവരുത്താൻ തക്ക വിധം വളരെ വിശാലമായ ചർച്ചയ്ക്കും അർത്ഥഗർഭമായ ഇനി ഭാവിയിൽ ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റാത്ത വിധം മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനും കേരളത്തിൽ 25.6% മുസ്ലിങ്ങളും 18.4% ക്രിസ്ത്യാനികളുമാണ് 2011 സെൻസസ് എന്ന് പറഞ്ഞാൽ 45%. ഈ 45%-ൽ 27% മുസ്ലിങ്ങളും 18% ക്രിസ്ത്യാനികളുമായി കാണുമ്പോൾ 3:2 എന്ന റേഷ്യയിൽ ഈ സംസ്ഥാനത്തെ എല്ലാ വിഭവങ്ങളും, ന്യൂനപക്ഷ ക്ഷേമ ഫണ്ടിന് വേണ്ടി ചെലവഴിക്കുന്ന മുഴുവൻ വിഭവങ്ങളും, മുഴുവൻ ഫണ്ടും, അത് 100 രൂപ വികസന പ്രവർത്തനത്തിന്, ക്ഷേമ പദ്ധതിക്ക്, ഭവന നിർമ്മാണത്തിന് ന്യൂനപക്ഷ വകുപ്പിൽ വകയിരുത്തുമ്പോൾ അതിൽ 60 രൂപ, ഉദ്യോഗം നൽകുമ്പോൾ 60% മുസ്ലിങ്ങൾക്കും 40% ക്രിസ്ത്യാനികൾക്കും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എയ്ഡഡ് സ്ഥാപനങ്ങൾ അനുവദിക്കുമ്പോൾ 60% മുസ്ലിങ്ങൾക്കും 40% ക്രിസ്ത്യാനികൾക്കും, അത് അവരുടെ തമ്മിൽ ഈ നമ്മളിപ്പോ ന്യൂനപക്ഷങ്ങളിലെ ഈ ക്രൈസ്തവ സമൂഹത്തിലെ പിന്നോക്കക്കാർക്ക് വേണ്ടി വിതരണം, ഇത് പിന്നോക്ക വിഭാഗങ്ങൾ ഈ ജനസംഖ്യാനുപാതികമായ സന്തുലിതമായ വികസന ഫണ്ടും ബജറ്ററി അലോക്കേഷനും ബജറ്റ് വിഹിതവും അതിനെ പ്ലാൻ ഫണ്ടും അതെല്ലാം തന്നെ ആവശ്യപ്പെടുന്ന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള പുതിയ മൻമോഹൻ സിംഗിന്റെ, 2ാം മൻമോഹൻ സിംഗിന്റെ സർക്കാരിന്റെ കാലത്ത് വന്ന പുതുക്കിയ 15 പരിപാടി, രാജീവ് ഗാന്ധിയുടെ കാലത്തെ 15 പരിപാടി, പുതുക്കിയ 15 പരിപാടി മൻമോഹൻ സിംഗിന്റെ കാലത്ത് വന്നു. ഇതിലെല്ലാം പറയുന്നത് ന്യൂനപക്ഷം എന്ന് പറയുന്നുണ്ടെങ്കിലും അതില് ഇന്ത്യയിലെ പ്രബല ന്യൂനപക്ഷം ഇപ്പോ ഏറ്റവും അവസാനത്തെ സെൻസസ് അനുസരിച്ച് 14.2 ഇന്ത്യയിൽ ക്രിസ്ത്യൻ സമുദായം 2.3% 14.2% മുസ്ലിങ്ങൾ, 2.3% ക്രിസ്ത്യാനികൾ, 1.9% സിഖുകാർ. അങ്ങനെ വന്ന 6 അംഗീകൃത മതന്യൂനപക്ഷങ്ങളാണ് നാഷണൽ മൈനോറിറ്റി കമ്മിറ്റി. അപ്പൊ കേരളത്തിൽ 27%, ഏറ്റവും 11 കൊല്ലം മുമ്പുള്ള സെൻസസ് വിവരങ്ങളാണ്. ഇപ്പോ അത് 27 കഴിഞ്ഞു, മുസ്ലിങ്ങൾ 28 കഴിഞ്ഞു. അതൊരു 10 കൊല്ലത്തെ ശരാശരി. അപ്പോ ഈ വിഭാഗങ്ങൾക്ക് സന്തുലിതമായി ജനസംഖ്യാനുപാതികമായി ഫണ്ടും സ്ഥാപനങ്ങളും, അത് എയ്ഡഡ് സ്ഥാപനങ്ങളായാലും എയ്ഡഡ് സ്കൂളായാലും കോളേജായാലും എഞ്ചിനീയറിംഗ് കോളേജായാലും മെഡിക്കൽ കോളേജായാലും അവിടുത്തെ അഡ്മിഷനിലും നിയമനങ്ങളിലും ഈ കോടതി വിധിയുടെ ഒരു അന്തസത്തയുടെ കാതലിനെ നമ്മൾ ഗുണപരമായി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വിധം മുസ്ലിം സമൂഹത്തിൽ നിന്നൊരു ഡിമാൻഡ് ഉയർത്തി മുസ്ലിങ്ങളുടെ അട്ടിപ്പേറ് മുസ്ലിം ലീഗിനല്ല, അതുകൊണ്ട് ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് അധികാരത്തിലെത്തി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലുള്ള ഈ സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത് മുസ്ലിം ലീഗിനല്ല അട്ടിപ്പേറ്, അങ്ങയുടെ സർക്കാരിനാണ് അട്ടിപ്പേറ്. അങ്ങയുടെ സർക്കാർ നീതിപൂർവമായി സാമൂഹ്യ നീതിയുടെ നിർവഹണം ഉറപ്പുവരുത്തണം, ന്യൂനപക്ഷാവകാശങ്ങളും തുല്യാവകാശങ്ങളും മറ്റ് ഇതര ഭരണഘടനാപരമായ പരിരക്ഷകളും ഉറപ്പുവരുത്തിക്കൊണ്ട് പ്ലാൻ ഫണ്ടിന്റെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് നീക്കിയിരുത്തുന്ന ഫണ്ടിന്റെ 60% മുസ്ലിങ്ങൾക്ക്,
ഈ 40% ക്രിസ്ത്യാനികൾക്ക് കൊടുത്തിട്ട് അതിൽ ക്ലാസിഫിക്കേഷൻ വേണ്ട. ഒരു മൈനോറിറ്റിയിൽ മുന്നോക്കമെന്നോ പിന്നോക്കമെന്നോ ക്ലാസിഫിക്കേഷൻ പാടില്ല എന്നാണ് കോടതി വിധിയിലെ പ്രധാനപ്പെട്ട പ്രസക്തമായ ഭാഗം. അവിടെ ഒരു സബ് ഡിവിഷൻ പാടില്ല. വീക്ക്നെസ് മാത്രം പറഞ്ഞുകൊണ്ട് മൈനോറിറ്റിയെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അപ്രോപ്രിയേറ്റ് ഓർഡർ ഇറക്കണം സർക്കാർ. ഈ ഏറ്റവും അവസാനത്തെ ജനസംഖ്യാ കണക്ക് പരിഗണിച്ച് ഈ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ഇത് വിഹിതം നിശ്ചയിച്ച് ഉത്തരവിറക്കണമെന്നാണ് ഹൈക്കോടതി. അത് നമ്മള് വർഷങ്ങളായി പിന്നോക്ക വിഭാഗങ്ങളും മൈനോറിറ്റിയൊക്കെ ജനസംഖ്യാനുപാതികമായ ആനുകൂല്യങ്ങളും അവകാശങ്ങളും സംവരണവും അഡ്മിഷനും ഒക്കെ ആവശ്യപ്പെടണം. ഇതിനിടക്കാണ് ഇപ്പൊ രാജ്യത്ത് നിലവിൽ വന്ന 10% മുന്നോക്ക സംവരണം. നേരത്തെ ഫസൽ ഗഫൂർ സാഹിബ് പറഞ്ഞ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിയിടും ഇല്ല. ഗുജറാത്തിലും UP-യിലും കേന്ദ്ര പാറ്റേണിൽ ഒരു ഉത്തരവിറക്കി എന്നല്ലാതെ അവിടെ നടപ്പില്ല. പക്ഷെ അത് ഏറ്റവും ആദ്യം നടപ്പിലാക്കിയതും അത് വിദ്യാഭ്യാസ സംവരണത്തിനെ 2019 തന്നെ MBBS-ന് 130 സീറ്റ് കൊണ്ട് നടപ്പിലാക്കിയ കേരള സംസ്ഥാന സർക്കാർ ഇത് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ എങ്ങനെ നമുക്ക് ഗുണകരമായി ചെയ്യും എന്നത് ഒരു വിശ്വാസമില്ലാത്തത് കൊണ്ട് ഇതിന് നയപരമായ തീരുമാനമെടുത്ത് ഏകകണ്ഠമായ ഒരു നിർദ്ദേശവും അഭിപ്രായവും എന്നാൽ മറ്റ് മതസമുദായങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലാത്ത പൊതുഖജനാവിലെ ഫണ്ടിന്റെ തുല്യ വിതരണം എല്ലാ രംഗത്തും, അതുപോലെ തന്നെ എയ്ഡഡ് കോളേജുകളിലെ അഡ്മിഷൻ, മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ നിയമനങ്ങളിലും അഡ്മിഷനിലും 60:40 നടപ്പിലാക്കട്ടെ. ഇപ്പൊ സംസ്ഥാനത്തെ കണക്കനുസരിച്ച് എയ്ഡഡ് സ്ഥാപനങ്ങളിലെ 50% ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കാണ്. ബാക്കി എല്ലാവർക്കും കൂടിയാണ്, ഈഴവർക്കും നായർക്കും മുസ്ലിങ്ങൾക്കും കൂടിയാണ് 50%. അപ്പോ അവിടെയൊക്കെ ഈ സംവരണം അത് അനാഥാലയം അനുവദിക്കുമ്പോഴായാലും ആശുപത്രി അനുവദിക്കുമ്പോഴായാലും എഞ്ചിനീയറിംഗ് കോളേജായാലും മെഡിക്കൽ കോളേജായാലും ഈ അനുപാതം പാലിക്കാൻ സർക്കാർ തയ്യാറാകുമെങ്കിൽ ഇതിന് ഈ റദ്ദാക്കപ്പെട്ട 3 ഉത്തരവുകൾക്ക് ബദലായി ഒരു നിയമനിർമ്മാണം, ഒരു പ്രത്യേക, എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്, മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഈ നടപ്പ് നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഇതിന്റെ ഒരു സന്തുലിതവും സാമൂഹ്യ നീതിയുടെ നിർവഹണം ഉറപ്പുവരുത്തുന്നതുമായ ഒരു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് നയം രൂപീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ റദ്ദാക്കപ്പെട്ട 3 ഉത്തരവുകൾക്ക് പകരം ഉത്തരവുകൾ ഇറക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ മറ്റു കഥകളെന്നും പറയുന്ന എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഓക്കെ സർ, താങ്ക് യു. ഒരു വേറിട്ട ചിന്ത സമുദായ നേതൃത്വത്തിന് കൊടുത്ത താങ്കൾക്ക് അഭിവാദ്യങ്ങൾ. നമുക്കിനി തൽക്കാലം നമ്മുടെ പരിപാടി വൈൻഡപ്പ് ചെയ്യുന്ന സമയമായി. ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1-2 മിനിറ്റ് എടുത്ത് സംസാരിക്കാം. ഹലോ, കേൾക്കാവോ? പറഞ്ഞോളൂ, പേര് പറയൂ. ഷംസുദ്ദീൻ പറവൂർ. ഷംസുദ്ദീൻ പറവൂർ. ഒരു സംശയം ചോദിക്കാനാണ്. നേരത്തെ ഇവിടെ ചോദിച്ച ചോദ്യമാണ്, ഈ ജസ്റ്റിന്റെ കേസിൽ നമ്മൾ ആരും സംഘടനകളോ അല്ലെങ്കിൽ സാഹിബ് ആരെങ്കിലും കക്ഷി ചേർന്നില്ലേ? എന്താണ്? ഇല്ല, അതെ, അതാണ് ചോദ്യമെങ്കിൽ അതിലെ കേസിന്റെ മധ്യത്തിൽ വെച്ചിട്ട് അഡ്വക്കേറ്റ് ബീരാൻ സാഹിബ് ഇംപ്ലീഡ് ചെയ്തിട്ടുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് BK വീരാൻ കഴിഞ്ഞ രണ്ട് വർഷം ഗവൺമെന്റിന് മുമ്പ് UDF സർക്കാരിന്റെ കാലത്ത് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന അഡ്വക്കേറ്റ് VK വീരാൻ സാഹിബ് ഇംപ്ലീഡ് ചെയ്തു. ആ ഇംപ്ലീഡ് ചെയ്യാൻ കക്ഷി ചേരാൻ അനുവദിച്ചു. അതനുസരിച്ച് ഹാരിസ് ബീരാന്റെയും നൂരിയ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റിന്റെ പേര്. പക്ഷെ അവർക്കാർക്കും ഈ കേരള ഹൈക്കോടതിയിൽ ഈ പറഞ്ഞ വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ കഴിയാതെ നമ്മൾ ഇനി ആ പേരിൽ റിവ്യൂ ഹർഷിയും അപ്പീലുമായി പോകുന്നത് എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ വിട്ട ട്രെയിനിന്റെ പുറകെ ഓടുക, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വിട്ട സൂപ്പർ ഫാസ്റ്റിനെ ടിക്കറ്റ് ചോദിച്ച് കൗണ്ടറിൽ ബഹളം ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. താങ്ക് യു അലി സാഹിബ്. വളരെ കാര്യമാത്ര പ്രസക്തമായ മറ്റൊരു തലത്തിലേക്ക് ഈ ചിന്തയെയും ചർച്ചയെയും കൊണ്ടുപോയതിന് വളരെയധികം നന്ദി. സാധാരണ നമ്മുടെ സംഘടനകളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്ത് ഒരു വ്യത്യസ്തമായ മാനത്തിലേക്കാണ് നിങ്ങൾ ചർച്ചയെ കൊണ്ടുപോയത്. അതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തെളിവുകളും ഉണ്ടായിരുന്നു. ഏതായാലും യാദൃശ്യമായിട്ടാണെങ്കിലും താങ്കളെ നമുക്ക് ലഭിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു. താങ്കളുടെ പ്രഭാഷണത്തിന് എല്ലാം ഹൃദയംഗമായ ഭാഷയിൽ നന്ദി പറയുന്നു. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത്
മുസ്ലിം കളക്റ്റീവ് ഫോർ സോഷ്യൽ ഇക്വാളിറ്റിയുടെ സജീവ പ്രവർത്തകനായ ബഹുമാനായ അഷ്റഫ് സാഹിബാണ്. അദ്ദേഹം ഈ ചർച്ച ഒന്ന് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഔപചാരികമായ നന്ദി പ്രകടനത്തോടു കൂടി ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നതാണ്. ബഹുമാനായ അഷ്റഫ് സാഹിബിനെ അതിനുവേണ്ടി സാദരം ക്ഷണിക്കുന്നു. ഇവിടെ നമുക്ക് അൽഹംദുലില്ലാഹ് നല്ല നിലയിൽ ഈ പരിപാടി നടത്താൻ കഴിഞ്ഞു. അപ്പോ ഈ നമ്മുടെ കമ്മിറ്റിയിൽ, ഈ പാലോളി കമ്മിറ്റിയിൽ അംഗമായ ഡോക്ടർ ഫസൽ ഗഫൂർ സാഹിബിന് തന്നെ നമുക്ക് ഉദ്ഘാടകനായിട്ട് കിട്ടി. അദ്ദേഹം അതിന്റെ മുഴുവൻ പശ്ചാത്തലം വിവരിച്ചു. നമുക്ക് ഇന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് പൊതുവെ അത് അറിയാവുന്നതാണ് ചരിത്രം. എന്നാലും അദ്ദേഹം നേരിട്ട് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേൾക്കാൻ അവസരം ഉണ്ടായി. പിന്നെ നമ്മൾ ബദീർ സമാൻ സാഹിബ് അതിന്റെ വിവിധ വശങ്ങളിൽ അത് ചർച്ച ചെയ്യുന്നു. അങ്ങനെ വിശകലനാത്മകമായി തന്നെ നല്ല ചർച്ച നടന്നു. അലിക്കോയ സാഹിബ് അതിന്റെ അഡ്വക്കേറ്റ് അലിക്കോയ സാഹിബ് നിയമവശങ്ങൾ അവതരിപ്പിച്ചു. എന്താണ് നിയമപരമായ സാധ്യതകൾ നമ്മുടെ മുമ്പിലുള്ളത് എന്നുള്ള ചർച്ചകൾ വന്നു. ഇപ്പൊ റിവ്യൂ പെറ്റീഷനെ പറ്റി പറഞ്ഞു. പക്ഷെ അലി സാഹിബ് പറഞ്ഞ അഭിപ്രായങ്ങൾ കുറച്ചുകൂടെ ഗൗരവത്തിൽ എടുക്കേണ്ടതാണെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. എന്റെ അഭിപ്രായങ്ങൾ ചേർക്കാന്ന് തോന്നുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഒരു കാരണം, ഒന്ന്, നമ്മൾ റിവ്യൂ പെറ്റീഷന് പോകുമ്പോൾ അതേ ബെഞ്ച് കാണുന്നു. പിന്നെ ഇനി അതിലുള്ളൊരു സാധ്യത, പുതിയ വാദങ്ങൾ എന്തെങ്കിലും ഗവൺമെന്റിന് കൊണ്ടുവരാനായാലും സാധ്യത ഉണ്ടെങ്കിലേ ആകെ വല്ല സ്കോപ്പ് അതിൽ കാണാവുന്നുള്ളൂ. കാരണം ഇപ്പൊ ഇവിടെ ചോദിച്ച പോലെ ഈ ചില ആളുകൾ ചോദിച്ചപ്പോ, ബഹുമാന്യരായ അംഗങ്ങൾ ചോദിച്ച ഒരു ചോദ്യം, നമ്മുടെ ഭാഗത്തുണ്ടായിരുന്ന വക്കീലുമാർ കക്ഷി ചേർന്നിരുന്നു, അവർ കൃത്യമായി പ്രസന്റ് ചെയ്തിരുന്നു. അതിന്റെ ആ റിപ്പോർട്ട് നമ്മൾ വന്ന്, ഞാനൊരു നിയമജ്ഞനല്ല, ഒരു ലേമൻ എന്ന നിലയിൽ വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, നമ്മളിപ്പോ പറയുന്ന എങ്ങനെയാണ് ഈ സ്കോളർഷിപ്പും ഇതൊക്കെ തന്നെ ഈ കോച്ചിങ് സെന്റേഴ്സ് ഉരുത്തിരിഞ്ഞു വന്നത്, ഇത് സർക്കാർ കമ്മിറ്റിയും പലോളി അങ്ങനെ വന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കോടതിക്ക് മുമ്പാകെ അവർ അവതരിപ്പിച്ച് കഴിഞ്ഞതാണ്. പക്ഷെ കോടതി അത് പരിഗണിച്ചില്ല എന്നാണ് നമ്മൾ വായിച്ചപ്പോൾ മനസ്സിലാവുക. അതേസമയത്ത് വേറൊരു കാര്യം, ഒരു മനോരമയുടെ ചാനൽ ചർച്ചയിൽ ഈ സഭകളെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു ഫാദർ പറഞ്ഞത്, ഈ വശങ്ങള് 2-3 മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകൾ സംസാരിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം ആ വശങ്ങൾ പോകാതിരിക്കുകയും അദ്ദേഹം നിയമപരമായി ഒന്ന്, ഇപ്പോഴത്തെ ഇസ്ലാമോഫോബിയയുടെ ഇപ്പൊ മുസ്ലിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഒരു പൊതുവികാരം കുറെ കാലം കൊണ്ടുള്ള പശ്ചാത്തലം നമുക്കുണ്ട്. അതിന്റെ കൂടെ അദ്ദേഹം പറഞ്ഞത്, മൈനോറിറ്റി എന്നുള്ള ഒരു നിലയിലേക്ക് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ കാര്യങ്ങൾ മാറി എന്ന് അച്ഛനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോ കോടതിയും പറയുന്നത്, മൈനോറിറ്റീസിനെ സംബന്ധിച്ച് നിയമനിർമ്മാണങ്ങൾ പല വകുപ്പുകൾ കൃത്യമായിട്ട് അത് ഉണ്ടായിരിക്കെ അതിൽ കൃത്യമായ വകുപ്പുകൾ അനുസരിച്ച് മൈനോറിറ്റീസ് തമ്മിൽ വിവേചനം പാടില്ല എന്നുള്ള വകുപ്പുകൾ അന്ന വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അലി സാഹിബ് പറഞ്ഞ ആ നിലയിൽ കോടതി എത്താൻ, കോടതി നിയമത്തിന് കൂടുതൽ എഴുതപ്പെട്ട നിയമങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുമെന്ന് നമ്മൾ വിചാരിക്കണ്ടേ? ഇങ്ങനെയല്ലേ വരിക. അപ്പൊ അതിന്റെ പിന്നാലെ നമ്മൾ അല്ലാതെ ഓടിപ്പോയിട്ട് ഇനി കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ കാര്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ അത് നമുക്കെതിരായിട്ട് ഉപയോഗിക്കാതിരിക്കാം, എങ്ങനെ പൊതുസമൂഹത്തിൽ കൂടുതൽ അകൽച്ച ഉണ്ടാക്കാൻ രാഷ്ട്രീയമായി ഉപയോഗിക്കാതിരിക്കാം, ആ തരത്തില് നേതൃത്വപരമായ ഒരു ചിന്തയോടുകൂടി രാഷ്ട്രീയ നേതാക്കന്മാരോടും പൊതുസമൂഹത്തിലുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമവായത്തോടുകൂടി ഗവൺമെന്റിന് മുമ്പാകെ റെപ്രസെന്റ് ചെയ്യും. ഗവൺമെന്റ് ഈ വിഷയം ക്ലിയർ ആക്കണം. ഒന്ന്, നമ്മൾ അനാവശ്യമായി എടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എടുത്ത് നമ്മൾ തിരിച്ചു വാങ്ങണം. നമ്മൾ അനർഹമായത് ഈ സമുദായത്തിൽ നിന്ന് നിങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ, ബൈ മിസ്റ്റേക്ക് പറ്റിയതാണെങ്കിൽ അത് തിരിച്ചു വന്നിരിക്കും എന്ന് തിരിച്ചു വാങ്ങാൻ തന്നെ വേണം. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ മൈനോറിറ്റീസ് എന്നാൽ മൈനോറിറ്റീസ് അല്ല, ബാക്ക്വേർഡ് ആയ മൈനോറിറ്റീസ് ആണ് എങ്കിൽ ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മൾ ടെർമിനോളജി ഉപയോഗിച്ചപ്പോൾ വന്ന ഒരു എറർ ആണെങ്കിൽ അത് ക്ലിയർ ആക്കുകയും ഈ വശത്തിലെ ക്ലാരിറ്റി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരുത്തേണ്ടത് നമ്മൾ ആവശ്യപ്പെടേണ്ടത്. രണ്ടാമത്തെ, ഇത് ഭാവിയിൽ കൂടുതൽ കലങ്ങാതിരിക്കാനും ആളുകൾക്ക് കലക്കാൻ അവസരം കൊടുക്കാത്തതിന്റെ അടുത്ത് നല്ല ഗൗരവത്തോട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ ഗവൺമെന്റ് മുമ്പാകെ വെക്കേണ്ടതുണ്ട്. ഇനി ഈ ഗ്രൂപ്പിന്റെ മുമ്പാകെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ നിൽക്കാണ്. ഞാൻ മനസ്സിലാക്കിയത്, ക്രിസ്ത്യൻ സമുദായം നമ്മുടെ മുമ്പാകെ മൈനോറിറ്റീസ് എന്നുള്ള മുസ്ലിംകൾ ഒരുപാട് എപ്പോഴും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന ഒന്നാണ്. പക്ഷെ അവരത് അനുവദിച്ചു തരാൻ ഇനി അനുവദിക്കുന്നില്ല. മൈനോറിറ്റി എന്നുള്ള ഫോറത്തിന് അവർ ഈക്വൽ കണ്ടസ്റ്റൻസ് ആണ് എന്നുള്ള ഒരു നിലയിലേക്ക് അവർ വരുന്നു ഒന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, പിന്നെ നമ്മൾ ബുദ്ധിസ്റ്റ്, ജെയിൻ, പാർസി ഇങ്ങനത്തെ ആളുകളിൽ 6 ഒന്നും കേരളത്തിൽ പ്രോമിനന്റ് അല്ല. അതുകൊണ്ട് ആരും അവകാശം പറയാൻ വരുന്നില്ല. പക്ഷെ പുതിയൊരു വിഭാഗം വരുന്നുണ്ട്. കേരളത്തിൽ ബുദ്ധിസ്റ്റ്, ദലിത് ബുദ്ധിസ്റ്റ് ഒരുപാട് ആളുകൾ ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ. അപ്പൊ അവരില് പണ്ട് കാലത്ത് പൊതുവെ മുസ്ലിങ്ങളായിട്ട് വളരെ അനുകൂലമായ ഒരു നിലപാടായിരുന്നു. ഇപ്പോ പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിലെ ബാമിയാൻ ആ ബുദ്ധാസിന്റെ
ഇൻജക്ഷന് ശേഷം അത് വളരെ വൈകാരികമായിട്ട് ഇൻജക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട് ഒരുപാട്. പിന്നെ അത് കൂടാതെ ഇതൊക്കെ ചില പശ്ചാത്തലങ്ങൾ നമ്മൾ അറിയേണ്ടതാണ്. ബർമയിലും സിലോണിലുമുള്ള ആ ജിഞ്ചർ ഗ്രൂപ്പായിട്ടുള്ള ചില വിരാട് പോലത്തെ ആളുകളുടെ മുസ്ലിം വിദ്വേഷത്തിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിങ്ങൾ നടത്തുന്ന കമന്റ്സിൽ പരസ്പരം സോഷ്യൽ മീഡിയയിലൊക്കെ മുസ്ലിം ഈ ബുദ്ധിസ്റ്റ് ഗ്രൂപ്പ് ഈ നിയോ ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള പല ആളുകളായിട്ട് വൈകാരികമായ ചെറിയ അകൽച്ച അതുണ്ട്. അപ്പൊ ഇങ്ങനെ ചെറിയ സമൂഹം വരികയാണെങ്കിൽ അവരും അത് ക്ലെയിം ചെയ്തിട്ട് വരുന്ന ഒരു പശ്ചാത്തലം നമ്മൾ കാണണം. അപ്പൊ ന്യൂനപക്ഷം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ഇവരുള്ള പോലെയുള്ള അല്ല നമ്മളുടെ റിയാലിറ്റി എന്ന സമുദായം കൂടെ അറിയേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുന്നു. കൂടുതൽ കാര്യങ്ങളൊന്നും പറയേണ്ടതില്ലാന്ന് തോന്നുന്നു. ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ഫസൽ ഗഫൂർ, മുഖ്യ പ്രഭാഷണം നടത്തി വിഷയാവതരണം നടത്തിയ ഡോക്ടർ ബദീർ സമാൻ, നിയമപരമായ വശങ്ങളിൽ വിശകലനം അവതരിപ്പിച്ച അഡ്വക്കേറ്റ് ആലിക് സാഹിബ്, ഈ യോഗത്തിൽ അധ്യക്ഷം വഹിച്ച എഞ്ചിനീയർ മുഹമ്മദ് സാഹിബ്, ഈ വിഷയത്തിന് ആദ്യം മുഖവുര പറഞ്ഞ നസീർ ഹുസൈൻ സാഹിബ്, അതുപോലെ തന്നെ ഈ യോഗത്തിൽ മറ്റേ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള മറ്റു പൊതുപ്രവർത്തകരും ചിന്തകരുമായിട്ടുള്ള ബുദ്ധിജീവികളെ, ഈ ചർച്ചയിൽ പങ്കെടുത്തുള്ള ആളുകൾക്കും ചർച്ചയിൽ പങ്കെടുത്ത ആളുകളും വിഷയത്തിൽ ലിസൺ ചെയ്യുന്ന ഒരു ചർച്ചയുടെ ഭാഗമാണ്. എല്ലാ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, പിന്നെ നമ്മളെ ഈ ഫോറത്തിന്റെ അംഗങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം സാഹിബ് ഒന്ന് ഈ വിഷയത്തിൽ ചർച്ച പറഞ്ഞില്ല, ലിസൺ ചെയ്തായിരിക്കും. എല്ലാ ആളുകൾക്കും ഈ ഫോറത്തിന്റെ പേരിൽ നന്ദി പറയുന്നു. മുഹമ്മദ് സാഹിബ് അധ്യക്ഷന്റെ അലിക, താങ്ക് യു വെരി മച്ച്. പങ്കെടുത്തതിനും കാര്യമാത്ര പ്രസക്തമായ വിഷയങ്ങൾ അവതരിപ്പിച്ചതിനും വിഷയം അവതരിപ്പിച്ചതിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അധ്യക്ഷന്റെ അനുവാദത്തോടുകൂടി ഈ യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു. മീറ്റിംഗ് ഈസ് അഡ്ജേൺഡ്.